പ്രപഞ്ച ചരിത്രത്തിലെ ഇന്നോളം മറ്റൊന്നിനോടും ഉപകരിക്കാനാവാത്ത ഈ ദീക്ഷാകർമ്മം പ്രപഞ്ചത്തിന്റെ ധർമ്മ സംസ്ഥാപനത്തിനുള്ള അടിസ്ഥാന ശിലാസ്ഥാപനം കൂടിയാകുന്നു. ഒരു വ്യക്തി സന്യാസി കർമ്മത്തിലേക്ക് അവരോധിക്കപ്പെടുമ്പോൾ ആ ജീവന്റെ മുക്തിപദമോ കുടുംബത്തിന്റെ ദൈവകാരുണ്യത്തിനുള്ള ആവരണമോ എന്നതിലുപരി അവരുടെ മേലിൽ വരുന്ന മഹാഭാരം അനിവാര്യനീയമാണ്. ആത്മീയ കർമ്മങ്ങളിൽ ഏറ്റവും സമ്പന്നവും സമ്പുഷ്ടവും പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് ദീക്ഷ നൽകുക എന്നത്. ദൈവവഴിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവനെ അതിനായി പ്രാപ്തമാക്കുന്ന ദൈവകാരുണ്യത്തിന്റെ ധന്യതയാർന്ന നിമിഷങ്ങൾ. ഒരു മനുഷ്യ ജന്മത്തിന് സ്വായത്തമാക്കാൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സമ്പന്നതയാണ് ഇത്. ഇവിടെ നമ്മുടെ ഗുരു സന്യാസത്തിന് പഠിപ്പോ പാണ്ഡിത്യമോ ധനമോ പ്രഭുത്വമോ ശാരീരിക ക്ഷമതയോ വേദശാസ്ത്ര പരിജ്ഞാനമോ താന്ത്രിക ജ്ഞാനമോ മാനദണ്ഡമാക്കിയില്ല. ദൈവത്തിന്റെ കനിവിന് സമസ്ത ജീവജാലങ്ങൾക്കും പകരുവാൻ ജാതിയോ മതമോ വർഗമോ ഗോത്രമോ തടസ്സമാകരുതെന്ന് ഗുരു ആഗ്രഹിച്ചു. ബ്രഹ്മയിച്ഛയുടെ പൂർത്തീകരണം സാധാരണക്കാരനായ ശിഷ്യർക്ക് സന്യാസം നൽകിക്കൊണ്ട് ഗുരു പ്രവർത്തികമാക്കി. ഇതൊരു പുണ്യ അനുഭവത്തിന്റെ ഓർമ്മ പുതുക്കലായിട്ടാണ് ഞാൻ കാണുന്നത്. ശാന്തിഗിരി ഇന്ന് നമ്മുടെ ജീവിതാവസ്ഥയിൽ സമാധാനത്തിന്റെ അനുഗ്രഹ വൃക്ഷം ആയി നിൽക്കുകയാണ് ചെയ്യുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അനുഭവം ഉണ്ട്. ഇന്ത്യയുടെ ആധ്യാത്മിക ഭൂമിക ഒരുപക്ഷെ ലോകത്ത് നമ്മുടെ ഈ മഹാരാജ്യത്ത് ഉള്ളതുപോലെ ആധ്യാത്മികതയുടെ മനോഹരമായ ഒരു പ്രതലം, ഒരു ഭൂമിക കണ്ടെത്തുക സാധ്യമല്ല. ഇന്ത്യയെപ്പോലെ ഒരു മഹാരാജ്യമില്ല, ഒരു മഹാസംസ്കൃതിയും മറ്റെങ്ങും ദർശിക്കുക സാധ്യമല്ല. അപ്പോൾ ആധ്യാത്മികമായി സാംസ്കാരികമായി ലോകഭൂപടത്തിൽ ഏറ്റവും ഹൃദ്യമായി നിലകൊള്ളുന്ന ആദരണീയമായി സ്ഥിതി ചെയ്യുന്ന പുണ്യസ്ഥാനമാണ് നമ്മുടെ ഈ മഹാരാജ്യം എന്നുള്ളത് ആദ്യമേ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേദങ്ങൾ, പിന്നീട് ഉപനിഷത്തുകൾ, മഹാപുരാണങ്ങൾ ഒക്കെ വളർത്തിയെടുത്ത ഒരു വലിയ സാംസ്കാരിക പാരമ്പര്യത്തിലാണ് നമ്മുടെ സന്യാസം ചൂടുറപ്പിച്ച് നിൽക്കുന്നത് എന്ന് അഭിമാനപൂർവം ഈ അവസരത്തിൽ കാഷായം ധരിച്ചവർക്കും ധരിക്കാതെ ആത്മാവിൽ സന്യാസത്തിന്റെ ചൈതന്യം, സൗന്ദര്യം സൂക്ഷിക്കുന്നവർക്കും എല്ലാം ഒരുപോലെ അഭിമാനം കൊള്ളാവുന്നതാണ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു. ദുർഘടം പിടിച്ച ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നു സഞ്ചരിക്കുമ്പോഴും ഈ ഭൂമി വല്ലാതെ അതിന്റെ വിഷമഘട്ടത്തിലൂടെ കടന്ന് പ്രകൃതി സഞ്ചരിക്കുമ്പോഴും നമുക്ക് മാലോകർക്ക് അല്ലെങ്കിൽ ലൗകിക ജീവിതം നയിക്കപ്പെടുന്നവർക്കൊക്കെ ആശ്വസിക്കാം. കാരണം ഈ മണ്ണിൽ, ഈ വിണ്ണിൽ എല്ലാം ത്യജിച്ചുകൊണ്ട്, ഞാൻ എന്ന പദത്തെ മാറ്റിക്കളഞ്ഞുകൊണ്ട് ഒരു കൂട്ടം സന്യാസിവര്യന്മാർ ജീവിക്കുന്നു. അവർ ആർക്കു വേണ്ടി ജീവിക്കുന്നു? കർമ്മപദം നിറവേറ്റിക്കൊണ്ട് ഈശ്വരീയ സങ്കല്പത്തിലൂടെ ഈശ്വരനെ മാത്രം വിചാരിച്ചുകൊണ്ട് തന്റെ കർമ്മങ്ങളും ജീവിതങ്ങളുമെല്ലാം ഇവിടെ നടത്തുകയാണ്. അതിന്റെ എല്ലാം ശക്തിയും പ്രഭാവവും നന്മയും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് ഭൗതിക ജീവിതം നയിക്കപ്പെടുന്നവർക്കാണ്.